നീ എന്ത് ചെയ്യണേന്? അതോ സബ്വേ സർവീസാടാ. മഴ ഇപ്പൊ മാറി നിൽക്കണല്ലേ, നമുക്ക് ട്രിപ്പ് പോയാലോ? പിന്നെന്താ, എന്താ മൂന്നാർ അടിച്ചാലോ? എടാ ഭയങ്കര മഴയും തണുപ്പല്ലേ, എന്റെ അടുത്ത് മൂന്നാർ പോയാ. ഇവിടെ മനുഷ്യ സൂര്യനെ കണ്ട കാലം മറന്നുപോയി. ശരി ശരി, എന്നാ നാളെ തന്നെ നമുക്ക് ട്രിപ്പ് പോവാം. ഒരു പ്ലാനിങ്ങും ഇല്ല, അങ്ങോട്ട് പോകും. ഓക്കെ ഓക്കേ. അങ്ങനെ ട്രിപ്പ് മഴ കൊണ്ടുപോയല്ലേ? ഇത് പറയാനാണോ വിളിച്ചത്? എന്തെങ്കിലുമൊക്കെ പറയണ്ടെന്ന് ചോദിച്ചു പറഞ്ഞാണ്. ഫോൺ വെച്ചിട്ട് പോടാ, വെറുതെ മനുഷ്യനെ ഉറപ്പിക്കാനായിട്ട്. പുറത്തു പോകാൻ പറ്റാതെ ബോറടിച്ചിരിക്കണേ. ഒരാത്തിന് നെറ്റും കഴിഞ്ഞ്. ട്രിപ്പ് ക്യാൻസൽ ആയത് ഒഴികെ എന്ത് വേണമെങ്കിലും നീ സംസാരിച്ചു. ഇനി എന്ത് മഴ മാറണം അപ്പൊ നമുക്ക് കാണാം. നോക്കട്ടെ. എന്നാ ശരി. ഹലോ ഹലോ, നീ എവിടെയാണോ? ഞാൻ വീട്ടിലാണ്. അല്ല, മഴ മാറിക്കഴിഞ്ഞാൽ നീ പുറത്തു വെച്ച് കാണാന്നല്ലേ പറഞ്ഞേ. എന്നിട്ട് നീ എവിടെ പോയി കിടക്കണേ? ശരിയല്ലേ, പക്ഷെ ഞാനിവിടെ പുറത്തിറങ്ങാനാണ്. വീടിന് ചുറ്റും വെള്ളം, പോരാത്തന്നെ പാമ്പിന്റെ ശല്യം. അയ്യോ, വെള്ളക്കെട്ടൊക്കെ കുറഞ്ഞിട്ട് പോയാൽ അമ്മ പറഞ്ഞത്. അത്രയും വെള്ളം കേട്ടോ? ഞാൻ നിനക്ക് വീഡിയോ അയച്ചതല്ലേ, അപ്പൊ നിനക്ക് മനസ്സിലാവും എന്റെ വീട്ടിൽ എന്തോരം വെള്ളം ഉണ്ടെന്നുള്ളത്. എന്നാലും വെള്ളക്കെട്ടൊക്കെ മാറിയിട്ട് ഞാൻ ഇനി പുറത്തേക്ക് ഇടും. നല്ല റിസ്ക് എടുക്കുക. ശരിയല്ല. ഓക്കെ. ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു. എടാ, നിനക്ക് എപ്പോഴും ഈ RCB ജേഴ്സി മാത്രമുള്ള 18 വർഷം. എന്റെ പൊന്നോ, ജൂൺ 3 തൊട്ട് കേൾക്കണാണ് ഈ 18 വർഷം. ഒന്ന് നിർത്ത്. അത് വിട്. അല്ല, നിന്റെ വീട്ടിൽ എന്താണ് ഇത്ര വെള്ളം കിട്ടി? അത് ഞങ്ങളുടെ വീട്ടിലൊരു പൊതുതോടുണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ ആ ഏരിയയിലുള്ള എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നത്. അപ്പോ ഞങ്ങളുടെ വീടിന്റെ മുമ്പിലുള്ളവര് ആ തോടങ്ങട് നികത്തി. അതായത് അവരുടെ വീടിന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് നികത്തി. അതിന് മുമ്പിലുള്ള വീടുകളും അങ്ങനെ തന്നെ ചെയ്തു. പിന്നെ ഞങ്ങളും ഞങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ഞങ്ങൾ നികത്തി. അങ്ങനെ നികത്തി ഇപ്പൊ മഴയൊക്കെ വരുമ്പോ
ഞങ്ങളുടെ വീടും മുമ്പിലത്തെ വീടും അപ്പുറവും ഇപ്പുറവും എല്ലാം വെള്ളക്കെട്ടിലായി. ഇപ്പൊ 2 ദിവസം അടുപ്പിച്ച് മഴ പെയ്ത ഞങ്ങളുടെ വീടിന്റെ പോർച്ച് വരെ വെള്ളത്തിന്റെ ഉള്ളിലാവും. അത്രയ്ക്കും പരിതാപകരമായി. ഇതിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരും നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി തോട് നികത്തി. അവസാനം മഴക്കാലം വന്നപ്പോ നിങ്ങൾക്ക് തന്നെ അത് വിനയായിട്ട് മാറി. നിങ്ങളുടെ മാത്രമല്ല, ഒട്ടുമിക്ക മലയാളിയുടെ അവസ്ഥ ഇത് തന്നെയാണ്. വെള്ളപ്പൊക്കം ഉണ്ടാവുന്നതിൽ ഒരു പങ്ക് മനുഷ്യർക്കുള്ളതാണ്. വാസ്തവം.